അങ്ങനെ ലോകം മുഴുവനും ദുഃഖത്തിലാഴ്ത്തി പാലസ്തീനികളെ കൊന്ന ഇസ്രായേലികളുടെ പ്രശ്നം അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. നമ്മുടെ ഈ കേരളത്തിലുള്ള ഹമാസോളികൾക്കും എല്ലാ സമാധാന പ്രിയർക്കും സമാധാനത്തിന്റെ മതത്തിനൊക്കെ ട്രംപ് വന്ന് നേതൃത്വം നൽകി ഈജിപ്തിൽ വന്ന് സകലമാന എർഡോഗൻ തൊട്ട് മുഹമ്മദ് സിർസി അതിന് ആതിഥ്യം വഹിച്ച് ഇറ്റാലിയിലെ മെലനി, പിന്നെ ബ്രിട്ടന്റെ കീർ സ്റ്റാമർ, ഇമ്മോനുവൽ മാക്രി, ഫ്രാൻസിന്റെ മാക്രി, പിന്നെ എല്ലാ ഇസ്ലാമികരായ പ്രബോവോ ഇന്തോനേഷ്യയിൽ നിന്ന്, അങ്ങനെ ട്രംപും കൂടി വന്ന് സമാധാനം അങ്ങോട്ട് സ്ഥാപിച്ച് വെടിനിർത്തല്. അതിന്റെ കൂട്ടത്തില് ട്രംപിന്റെ മരുമകൻ ജെറഡ് കുഷ്ണർ, അദ്ദേഹത്തിന്റെ കളിക്കൂട്ടുകാരൻ സ്റ്റീവ് വിറ്റ്കോഫ്, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സമാധാനം സ്ഥാപിച്ചു. ഈ സമാധാനത്തിൽ 20 ഇതുകളാണ് പറഞ്ഞിരുന്നത്. ആ 20 ഇതില് ഹമാസിനെ നിരായുധീകരിക്കുക. ആദ്യം ഘട്ടം ഘട്ടമായിട്ട്, അതായത് ഇസ്രായേൽ സേന പിൻവാങ്ങുക ആദ്യഘട്ടം, അതിനുശേഷം ബന്ദികളെ ജീവനുള്ളവരെ വിട്ടുകൊടുക്കുന്നു, പിന്നെ മരണമടഞ്ഞപ്പെട്ട 28 ഡെഡ് ബോഡി കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു അതിന്റെ തീരുമാനങ്ങൾ. ജീവനുള്ളവരെ കിട്ടി, പിന്നെ മരിച്ചവര് തന്നെ നോക്കട്ടെ എന്നുള്ളതാണ് ഒരു ബൈബിൾ വചനം. പിന്നെ ഉള്ളത് ഹമാസിന്റെ നിരായുധീകരണം. കാരണം ഇസ്രായേലിന്റെ ആവശ്യങ്ങൾ ഹമാസ് അവിടെ തോക്കും കൊണ്ട് നടക്കരുത്, ഇതൊക്കെയായിരുന്നു ആവശ്യം. തോക്കും കൊണ്ട് നടക്കരുതെന്ന് പറഞ്ഞാൽ ഹമാസ് അത് തയ്യാറാണ്. കാരണം ഹമാസിന്റെ അട്ടപ്പട്ടലം കൂടി എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകുക എന്നുള്ള രീതിയിലാണ് ഹമാസ് ഇങ്ങനെ. അതിനിടയിൽ ഹമാസിനിട്ട് പണിയുന്ന ആൾക്കാർ പാലസ്തീനിലുണ്ട്. ഏതൊരു ഹമാസ് അല്ല ഇത് ചെയ്തേ, പാലസ്തീന്റെ ഒരു ഓർഗനൈസേഷൻ വന്നിട്ട് റാഫ ബോർഡറിൽ നിൽക്കുന്ന 2 ഇസ്രായേലി പട്ടാളക്കാരെ, റാഫ ബോർഡർ ഇസ്രായേലിൽ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഡെഡ് ബോഡിയും കൂടി കിട്ടിയിട്ടാണ് ഇസ്രായേൽ പിൻവാങ്ങുള്ളൂ. അതാണ് രേഖ, വെടിനിർത്തൽ രേഖ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇസ്രായേൽ റാഫ ബോർഡർ അടച്ചു വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അതിൽ കൂടെ അവർ ഡെഡ് ബോഡി കൊണ്ടുപോയി കാരണം ഈ ജൂതന്മാരുടെയും ചില മതസ്ഥരുടെ ഇത് വെച്ചിട്ട് ആ മരണ ശേഷമുള്ള ക്രിയകൾ ചെയ്യുന്നതിന് വലിയ പ്രാധാന്യം അവർ നൽകുന്നതുകൊണ്ടാണ് ഈ ഡെഡ് ബോഡി വേണം എന്ന് പറയുന്നത്. അപ്പൊ അതിനിടയിൽ ഏതൊരു പാലസ്തീനിലെ ഏതൊരു ചീള് ചെക്കൻ വന്നിട്ട് 2 ഇസ്രായേൽ സേനയെ വെടിവെച്ചു. ഇസ്രായേൽ ഇത് പ്രതീക്ഷിക്കുന്നില്ല, കാരണം ഹമാസ് വെടിവെക്കില്ല എന്നുള്ളത് ഉറപ്പുണ്ട്. കാരണം ഹമാസ് അട്ടപ്പട്ടലം സുല്ല് പറഞ്ഞ് മാറിപ്പോയേക്കാണ്, എങ്ങനെയെങ്കിലും ഒന്ന് ജീവനും കൊണ്ടുപോകണം എന്ന് വിചാരിച്ച്. അപ്പൊ ഇത് അലക്കി കഴിഞ്ഞപ്പോ ഇസ്രായേൽ നെത്തന്യാഹു എന്ത് ചെയ്തു, അത് ഒരു അവസരമാക്കിയിട്ട് ഒരു വലിയ ടണ്ണ് കണക്കിന് ബോംബ് കൊണ്ടുവന്നിട്ട് ഗാസയുടെ നടുക്ക് കൊണ്ടങ്ങോട്ട് അലക്കി ഒരു 25ഓളം ഹമാസ് തീവ്രവാദികളെയും 10-20 സാധാരണ സമാധാന പാലസ്തീനികളെ അലക്കി കളഞ്ഞു. എന്നിട്ടും വെടിനിർത്തലിന്ന് ഇതിന്റെ പ്രത്യേകത, 2 പേരും വെടിനിർത്തലിന്ന് പിൻവാങ്ങിയില്ല. ഹമാസും വെടിനിർത്തലിൽ തന്നെ, ഇസ്രായേലിൽ നിന്ന് വെടിനിർത്തലില്ല. പക്ഷെ 2 പട്ടാളക്കാരെ എടുത്തു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് ഒരു 50, അതാണ് അവരുടെ കണക്ക്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഈ 20 ദിന പരിപാടിയിൽ അവിടെ ഒരു സമാധാന സേനയെ വിന്യസിക്കുക. അതിനുള്ള രാജ്യങ്ങൾ പറഞ്ഞിരുന്നത് ഇറ്റലി, മെലനിയുടെ ഇറ്റലി, എർഡോഗന്റെ തുർക്കി, പിന്നെ അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള ഇതുകള് പട്ടാളക്കാർ, പിന്നെ ഇന്തോനേഷ്യയുടെ പ്രബോവോ ഒക്കെ പറഞ്ഞു ഞങ്ങൾ സമാധാന സേന, ഹമാസ് അവിടെ വീണ്ടും ആയുധം എടുക്കാതിരിക്കുന്നതിന് വേണ്ടിയും ഗാസയിലെ സമാധാനപരമായിട്ട് ആൾക്കാർക്ക് ജീവിക്കുന്നതിന് വേണ്ടിയും, ഒപ്പം തന്നെ ട്രംപിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് അവിടെ വരുന്നുണ്ട്. ട്രംപിന്റെയും MBS സൗദി രാജാവിന്റെയും ഖത്തറിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട്. അവിടെ ഒരു പ്രദേശം നല്ല ഒരു ഇതാക്കുന്നതിന് വേണ്ടിയുള്ള ഇതായിരുന്നു. അവിടെ സേന വരുമേ, പിന്നെ ടണലിൽ പോയിരിക്കുന്ന പെരിഞ്ചാഴികളുണ്ട് മറ്റേ ഹമാസ്, അവന്മാരെ ഇല്ലാണ്ടാക്കുന്നതിന് വേണ്ടി. പക്ഷെ ഇസ്രായേലിന്റെ ആവശ്യം എന്തായിരുന്നു? അവരുടെ ബന്ദികളെ പിൻവാങ്ങാം. ഇസ്രായേൽ അത് ചെയ്തു. എന്നാ അപ്പൊ തന്നെ ഹമാസ് തോക്കായിട്ട് അങ്ങനെ കരയിലേക്ക്, ഈ ഈയാമ്പാറ്റകൾ എന്ന് പറയുന്ന മാതിരി ഈയാമ്പാറ്റകൾ വരണോണം ഇതിന്റെ ഉള്ളിൽ നിന്ന് ടണലിൽ നിന്ന് തോക്കായിട്ട് മുകളിലേക്ക് വരുന്നു. അവരുടെ തന്നെ ആൾക്കാർ വെടിവെച്ച് കൊല്ലുന്നു. ഈ പറഞ്ഞ ഒരു രാജ്യം, മുസ്ലിം രാജ്യം ആയിക്കോട്ടെ ക്രിസ്ത്യൻ രാജ്യം ആയിക്കോട്ടെ, ഒരാളും അവിടേക്ക് സമാധാന സേനനെ വിടാൻ തയ്യാറല്ല. കാരണം അവർക്കറിയാം ഹമാസ് ഈ സേനനെ വകവരുന്നു. പക്ഷെ ഇന്തോനേഷ്യയിലെ പ്രബുവോ എന്ന പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ 20,000 ആൾക്കാരെ തരാം. കാരണം ഇതൊരു ചെറിയ പ്രദേശമാണ്, ഗാസ സ്ട്രിപ്പ് എന്ന് പറഞ്ഞൊരു ചെറിയ പ്രദേശമാണ്. അതിന്റെ അവിടെ ഈ സേനയുടെ സാന്നിധ്യവും ഒപ്പം തന്നെ പാലസ്തീൻ ലോ എൻഫോഴ്സ്മെന്റ്, ഒരു പോലീസ് ഫോഴ്സും വന്നു കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങൾ ഓക്കെയാണ്. പക്ഷെ ഇന്ന് ഇത്ര തുർക്കിയുടെ എർഡോഗനോ ഇറ്റലിയുടെ മെലനിയോ ഇവരൊന്നും പട്ടാളത്തിന് അയക്കാൻ തയ്യാറല്ല. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് അവിടെ ഒരു വാക്വം ഉണ്ട്, പവർ വാക്വം വരുമ്പോ ഹമാസ് അത് ഇതെടുക്കും. ഹമാസ് വീണ്ടും ആയുധെടുത്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഞാനൊരു കാര്യം പറയാം,
അവിടെ ഒരിക്കലും സമാധാനം വരാൻ പോകുന്നില്ല. ആ പ്രദേശത്ത് ലോകത്തിന്റെ അവസാനം വരെ ഗാസയിൽ സമാധാനം വരാൻ പോണില്ല എന്ന് ഉറപ്പാണ്. തന്നെയുമല്ല, ഈ ഹമാസ് ചിലപ്പോൾ കുറച്ചു കാലത്തേക്ക് ചെയ്യില്ല. കാരണം നല്ല പേടി തട്ടിയിരിക്കുകയാണ്. ആവുന്നത്ര അട്ടപ്പട്ടലം നെത്തിനാഹു തകർത്തു, ബോംബ് മോളിക്കോടി ഇട്ട് കെട്ടിയിടൊക്കെ നശിപ്പിച്ചു. അപ്പൊ ഹമാസ് ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ ഈ ഇസ്രായേലിന്റെ 2 പട്ടാളക്കാരെ കൊന്ന പോലത്തെ ഒക്കെ അവിടെ തീവ്രവാദികളാണ്. ആ തേലക്കാടനച്ഛനൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് മീഡിയ വണ്ണ്, പാവം പാലസ്തീനി മറുനാടൻ പാലസ്തീനി വേറെ ഹമാസ് വേറെ. അവിടെ അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല, ഒക്കെ തീവ്രവാദികളാ. അങ്ങോട്ട് ഇങ്ങോട്ട് പിടിച്ച് ചാവും അവര്. ഒന്നുമില്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പൊ നെത്തിനാഹു വിചാരിക്കുന്നത് അങ്ങോട്ട് ഇങ്ങോട്ട് പിടിച്ച് ചാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നാൽ ആലക്കും. പക്ഷെ ഈ ഹമാസിന് പണി കൊടുക്കാനായിട്ട് അവിടെയുള്ള സമാധാന പലസ്തീനിന്റെ വേറെ കുറെ സാധനങ്ങൾ ഉണ്ട് അവിടെ. മുസ്ലിം ബ്രദർഹുഡും എല്ലാം ചപ്പ് ചവറ് അവിൽ കഷ്ണാണ് അവിടെ തീവ്രവാദികൾ. അതിൽ ഹമാസ് മാറ്റി നിർത്തി, PLOനെ അങ്ങോട്ട് നിർത്തി, ഇവിടുന്ന് ഇങ്ങോട്ട് നിർത്തി സമാധാനം. അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇവന്മാരെ എങ്ങനെ പോയാലും ഇസ്രായേലിൽ കയറി ഒരു പടക്കം പൊട്ടിക്കും എന്ന് നെത്തിന്യാഹുവിന് അറിയാം. അതോടുകൂടി വലിയ സാധനങ്ങൾ കൊണ്ടുവിടും. അപ്പൊ നെത്തിന്യാഹുവിന് ചോദിക്കും, നിങ്ങൾ സമാധാന സേനേനെ അയക്കാന്ന് പറഞ്ഞോ? ഈ തുർക്കിയും ഈജിപ്തും ഇറ്റലിയും ഇതൊക്കെ പറഞ്ഞു സമാധാന സേന. എവിടെ സേന? ആ സേന വന്നിട്ട് വേണം ഹമാസിനെ എന്നോട് തോക്കെടുക്കരുതെന്ന് പറയാനായിട്ടും അവന്മാരെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും ഒപ്പം ഒരു പോലീസ് അതുപോലെയുള്ളൊരു വലിയ സിവിലൈസ്ഡ് സൊസൈറ്റി അവിടെ ഉണ്ടാക്കാന്നായിരുന്നു ധാരണ. ഈജിപ്തിൽ നടന്ന ധാരണ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ബന്ദികളെ കിട്ടി. ഇനി തൊട്ടാവൻ അലക്കി നിരപ്പാക്കി കളയും. ഇപ്പൊ ഈ പറഞ്ഞവന് അവിടെ ഇപ്പൊ പ്രഭുവ് 20,000 ആൾക്കാരെ വിടാന്ന് പറഞ്ഞു. ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് ഒരു 20,000 ആൾക്കാരെ വെച്ച് മതി. ഒരു ലക്ഷം വേണ്ട, 1 ലക്ഷം പട്ടാളക്കാർ അവിടെ UN അണ്ടറിൽ ഐക്യരാഷ്ട്ര സഭയുടെ വന്ന. ഞാനിത് വ്യക്തമായിട്ട് ഇപ്പൊ ഇരിക്കുന്ന ഹമാസോളികളും സമാധാന പ്രിയരോടും പറയാണ്, ഇപ്പൊ അവിടെ സേന ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ ഹമാസോ തീവ്രവാദം അവിടെ ഇല്ല. അവർ സ്വതന്ത്രമായിട്ടുള്ള പ്രദേശം പിന്നീട് ഐക്യരാഷ്ട്രസഭ രാജ്യത്തിന്റെ ഇത് കൊടുക്കട്ടെ, വെസ്റ്റ് ബാങ്കിനെയും ഗാസേനെയും കൂട്ടിയിട്ട്. ഒപ്പം തന്നെ ഒരു പോലീസ് ഫോഴ്സ്. കാരണം പട്ടാളത്തിന്റെ ജോലിയും പോലീസിന്റെ ജോലിയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്ന് ഈ പലസ്തീന് ഭംഗിയായിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ ഫണ്ടിങ് വരും. അവിടെ ഫണ്ടിങ് വരാന്ന് പറഞ്ഞാൽ യൂറോപ്യൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഫണ്ടിങ് വരും, മുസ്ലിം രാജ്യങ്ങളുടെ ഗൾഫ് രാജ്യങ്ങളുടെ ഫണ്ടിങ് വരും. നല്ലൊരു പ്രദേശമാക്കാം. പക്ഷെ ഇവന്മാരിത് ചെയ്യില്ല. ഇസ്ലാമിക വലിയ ഘോരം അയ്യോ പാവം പാലസ്തീനി പറഞ്ഞവന്മാരുണ്ടല്ലോ, ഒരെണ്ണത് ചെയ്യൂല. നല്ല അലക്ക് പിന്നത്തിനേഹ അവിടെ ഏതെങ്കിലും ഒരു പടക്കം പൊട്ടിച്ചിടും. ഒരു 2 ആഴ്ചക്കുള്ളിൽ ഇസ്രായേലിന്റെ മേത്തേക്ക് ഒരു പടക്കം പൊട്ടിച്ചിടും. അതോടുകൂടി നെത്തിനേഹു അതിനെ ഒരു ബന്ദികളൊന്നും കിട്ടാനില്ലല്ലോ. അപ്പൊ നെത്തിനേഹു അതിനെ ലെവലാക്കും. അതാണ്. അപ്പൊ കരയാൻ വീണ്ടും കാത്തിരുന്നോ? ഹമാസോളികളും സമാധാന പലസ്തീനികളും കാത്തിരുന്നോ? വരുന്നുണ്ട്, അടുത്ത അവസരം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. കാരണം സേന ഇറങ്ങണല്ലേ അവിടെ. അതാണ് ഇന്നത്തെ ഗാസയുടെയും പാലസ്തീന്റെയും സ്ഥിതി.